എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കല്ലംകുന്ന് പള്ളിയിൽ നിന്ന് 5 വർഷക്കാലത്തെ അജപാലന ദൗത്യം പൂർത്തിയാക്കി നമ്മുടെ വികാരിയച്ഛൻ ട്രാൻസ്ഫറായിട്ട് പോവുകയാണ്. ഞങ്ങൾ കൈക്കാരന്മാരെ സംബന്ധിച്ചിടത്തോളം അച്ഛനുമായിട്ടുള്ള ബന്ധം ഈ കഴിഞ്ഞ 2 വർഷത്തിലധികം ഇല്ല. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൽ കൂടുതൽ അച്ഛനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അച്ഛനെ പറ്റി കൂടുതൽ അറിയാവുന്നതും ഇടവഴിയിട്ടുള്ളത് കൊണ്ട് അച്ഛനെ എങ്ങനെയാണ് ഈ ഇടവഴിയെ നയിച്ചിട്ടുള്ളതെന്ന് അറിയാം. ഞങ്ങളുടെ ഈ ചെറിയ പീരീഡ് അച്ഛൻ ഈ ഇടവഴിക്ക് ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികൾക്കും പ്രത്യേകിച്ചും കൈക്കാരന്മാരെന്നുള്ളതിൽ ഞങ്ങളെ നയിച്ച് കൊണ്ടുപോയിട്ടുള്ളതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇനിയിപ്പോൾ അച്ഛൻ പോകുന്ന ഇടവഴിയിൽ ഈ അജപാലന പ്രവൃത്തി ഭംഗിയായിട്ട് നിർവഹിക്കാൻ ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇടവകൾക്ക് വേണ്ടി കൈക്കാരന്മാർ ആശംസകൾ നൽകിക്കൊണ്ട് സ്നേഹത്തോടെ സ്നേഹമുള്ള ജിജോച്ച, 3 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മുതൽ അച്ഛൻ്റെ വലിയ സ്നേഹവും സപ്പോർട്ടും പ്രോത്സാഹനവും ധാരാളം അനുഭവിക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ നിർമ്മാണത്തിനും അതിന്റെ വെഞ്ചരിപ്പ് കർമ്മങ്ങൾക്കും അച്ഛൻ്റെ പ്രത്യേകമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വലിയ നിർദ്ദേശങ്ങളും സഹായങ്ങളും എല്ലാം ലഭിച്ചു. എല്ലാത്തിനും ഒത്തിരി നന്ദി. അതുപോലെ ഗവൺമെന്റിന്റെ ആത്മീയമായ ഒരാവശ്യങ്ങൾക്കും അച്ഛൻ ചെയ്ത എല്ലാ ശുശ്രൂഷകളെയും നന്ദിയോട് ഓർക്കുന്നു. അച്ഛൻ്റെ ദിവ്യബലി എനിക്ക് വേറിട്ട ഒരു അനുഭവം തന്നെയാണെന്നും വളരെ കൃത്യതയോടും വ്യക്തതയോടും അത് അറിയിപ്പുകളായിരുന്നാൽ തന്നെയും അവർക്ക് മനസ്സിലാകത്തക്ക വിധം ആയിരുന്നു. എല്ലാത്തിനും നന്ദി. അച്ഛൻ പോകുന്ന പുതിയ ഇടവക അവിടെയുള്ള ആത്മീയ ശുശ്രൂഷകൾ അച്ഛന് ഏറ്റവും ദൈവാനുഗ്രഹത്തോടുകൂടി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയിലും അച്ഛനെ ഓർക്കുന്നതാണ്. നന്ദി. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 5 വർഷക്കാലം ബഹുമാനപ്പെട്ട ജിജോ മേനോത്തച്ഛൻ നമ്മുടെ ഇടവകയിൽ സുത്യർഹമായ രീതിയിൽ സേവനം ചെയ്യുകയായിരുന്നല്ലോ. നിലവിൽ അച്ഛൻ തൂമ്പാക്കോട് ഇടവകയിലേക്ക് മാറിപ്പോകുമ്പോൾ മതബോധന രംഗത്ത് അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് മാതൃകയും പ്രോത്സാഹനവുമായി നിന്നിട്ടുണ്ട്. വിശ്വാസ പരിശീലന രംഗം ഒരു വൈദികന്റെ പ്രഥമമായ പരിഗണനാ വിഷയമായതുകൊണ്ട് തന്നെ അച്ഛൻ വളരെ കാര്യക്ഷമമായി ഞങ്ങളോട് ഇടപഴകുകയും മതപരിശീലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ അച്ഛൻ മതബോധനത്തിന് വേണ്ടി നൽകിയ എല്ലാ സഹായ സഹകരണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും കല്ലംകുന്ന് മതബോധന യൂണിറ്റിന്റെ പേരിൽ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ പുതിയ കർമ്മമണ്ഡലമായ തൂമ്പാക്കോടും അച്ഛന് കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, 5 വർഷത്തിലേറെയായി നമ്മുടെ വികാരിച്ചൻ ജിജോ മേനോത്തച്ഛൻ കല്ലംകുന്ന് ഇടവകയിൽ ചാർജ് എടുത്തിട്ട് ഈ കാലയളവിൽ കേന്ദ്ര സമിതിക്ക് വേണ്ടിയിട്ട് പഴയ നല്ല കാര്യങ്ങൾ ചെയ്ത് തരികയും അതിൽ എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മറ്റു പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മെഗാ കരോൾ എന്ന ആശയം അച്ഛൻ്റെയാണ്. കൂടാതെ നമ്മളുടെ യൂണിറ്റുകൾ സജീവമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം അച്ഛൻ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. ഈ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും ഇടവക ജനത്തിന് വേണ്ടിയും കുടുംബസമ്മേളന കേന്ദ്ര സമിതിക്ക് വേണ്ടിയും കുടുംബസമ്മേളനങ്ങൾക്ക് വേണ്ടിയും എൻ്റെ വ്യക്തിപരമായ ഇതിനു വേണ്ടിയിട്ടും ഞാൻ പ്രത്യേകം നിറഞ്ഞ മനസ്സോടെ അച്ഛന് നന്ദി രേഖപ്പെടുത്തുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ അച്ഛൻ സ്ഥലം മാറിപ്പോകുന്ന തൂമ്പാക്കോട് ഇടവകയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും ഇപ്പം അച്ഛൻ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ കല്ലംകുന്ന് ഇടവകയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും കൂടാതെ ഈ അച്ഛന് വേണ്ടി കല്ലംകുന്ന് ഇടവക പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നും ഉറപ്പ് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി കുടുംബസമ്മേളന കേന്ദ്ര സമിതിക്ക് വേണ്ടിയിട്ടും ഇടവകയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ വ്യക്തിപരമായ വേണ്ടിയിട്ടും പ്രത്യേകം നന്ദിയും ആശംസയും അർപ്പിച്ചുകൊണ്ട് സ്നേഹമുള്ള ജിജോ, 5 വർഷക്കാലത്തോളം
ഞങ്ങളുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളിയെ നയിക്കുകയും സെൻറ്റ് മേരീസ് യൂണിറ്റിൻ്റെ എല്ലാ കുറവുകളും കാര്യങ്ങളും ഞങ്ങൾക്ക് നേർവഴിക്ക് നയിക്കുകയും ചെയ്ത ജിജോ അച്ഛനെ എൻ്റെ സ്വന്തം പേരിലും സെൻറ്റ് മേരീസ് യൂണിറ്റിൻ്റെ പേരിലും 1000 ആശംസകൾ അച്ഛൻ നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അച്ഛന്മാർ പോകുന്ന അച്ഛനായിരിക്കുന്ന ഇടവ തുമ്പക്കോട്ട് പള്ളിയിലേക്ക് അവിടെയും ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സർവശക്തനായ ഈശോ എല്ലാ ആരോഗ്യവും അച്ഛൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്നേഹമുള്ള ജിജോ അച്ഛന് സെൻറ്റ് ജോസഫ് യൂണിറ്റിൻ്റെയും എൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ അച്ഛൻ പോകുന്ന തുമ്പക്കോട് ഇടവകയിലും അച്ഛൻ നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവും ശക്തിയും നൽകണമെന്ന് ദൈവത്തോട് നന്മ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ 5 വർഷക്കാലം ഞങ്ങളെ ഇടവകയെ നയിച്ച നല്ലൊരു ഇടയനാണ്. അച്ഛൻ്റെ സേവനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വളരെയധികം തൃപ്തരാണ്. അച്ഛൻ മാറിപ്പോകുന്ന ഇടവകയിലും അച്ഛന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിൻ്റെ എല്ലാ ഭാരവാഹികളും അച്ഛന് എല്ലാ ആശംസകളും നേർന്നിട്ടുണ്ട്. എൻ്റെയും പ്രത്യേക ആശംസകൾ നേരുന്നു. സ്നേഹം നിറഞ്ഞ ജിജാച്ച, ഈ ഇടവകയുടെ ഇടയനായി 5 വർഷക്കാലം സേവനമനുഷ്ഠിച്ചതിൽ സന്തോഷവാനാണ് ഞങ്ങൾ. അതിൽ 1.5 വർഷക്കാലം അച്ഛൻ്റെ കൂടെ ദേവാലയ ശുശ്രൂഷയായി സേവനമനുഷ്ഠിച്ചതിൽ സന്തോഷിക്കുന്നു. ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നന്മയ്ക്കാണെന്ന് ഭാവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി 1.5 വർഷക്കാലം അച്ഛൻ നൽകിയ ഓരോ അറിവുകളും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഇനി അച്ഛൻ്റെ ഉള്ള മാറിപ്പോകുന്ന ഇടവകയിൽ സർവശക്തനായ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അച്ഛന് ഒത്തിരി നന്ദി അർപ്പിച്ചുകൊണ്ടും സ്നേഹം നിറഞ്ഞ ജിജോ അച്ഛ, നാളിതുവരെ വിൻസെൻ്റ് പോൾ സംഘടനയ്ക്ക് നൽകി വന്ന എല്ലാ നിർദ്ദേശങ്ങൾക്കും പ്രോത്സാഹനത്തിനും വിൻസെൻ്റ് പോൾ സംഘടനയുടെ പേരിൽ ജിജോ അച്ഛന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അച്ഛൻ്റെ പുതിയ പ്രവർത്തന മേഖലകളിൽ എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിന് പ്രത്യേക ആശംസകൾ നൽകുന്നു. മാതൃസംഘം എന്ന ഞങ്ങളുടെ ഈ സംഘടനയെ 5 വർഷക്കാലം നയിക്കുകയും ഓരോ പ്രവർത്തനങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ നയിക്കുകയും ചെയ്ത നല്ലൊരു ഇടയനാണ് നമ്മുടെ ജിജോ അച്ഛൻ. ആഡംബരങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് ഏറ്റവും ലാളിത്യപരമായ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് അച്ഛൻ്റെ ജീവിത മാതൃക നമുക്ക് പിന്തുടരാവുന്നതാണ്. ഓരോ ഇടവാംഗങ്ങളെയും പ്രത്യേകിച്ച് എല്ലാ അമ്മമാരെയും അച്ഛൻ വളരെ സ്നേഹത്തോടെയും സൗമ്യതയോടെയുമാണ് നോക്കിക്കണ്ടിരുന്നത്. സ്ഥലം മാറിപ്പോകുന്ന പുതിയ ഇടവകയിലും അച്ഛന് ഏറ്റവും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ വേണ്ട അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ അമ്മമാരുടെയും പേരിൽ അച്ഛന് 1000 യാത്രാമംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു. 5 വർഷക്കാലം കല്ലങ്കുന്ന് ഇടവകയിൽ സേവനം ചെയ്ത സ്നേഹബഹുമാനപ്പെട്ട ജിജച്ചന് കല്ലങ്കുന്ന് ഇടവകയെ കൂടുതൽ പ്രാർത്ഥനയിലും സ്നേഹത്തിലൂടെയും നയിച്ച നമ്മുടെ വികാരിയച്ഛന് 1000 യാത്രാമംഗളങ്ങൾ. പുതിയതായി ചെല്ലുന്ന ഇടവകയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സർവേശ്വരൻ അനുഗ്രഹം നൽകട്ടെ. ഇടവക പ്രതിനിധി എന്ന നിലയിലും ഇടവക സമൂഹത്തിൻ്റെ പേരിലും ഞാൻ നന്ദികൾ അർപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞ ജിജോ അച്ഛ, CLCയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ട് നിന്നിരുന്ന ജിജോ അച്ഛന് നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛന് ചെയ്യാൻ പോകുന്ന എല്ലാ മേഖലകൾക്കുള്ള ആശംസകളും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അച്ഛൻ ഇതുവരെ നൽകിയ CLCയുടെ എല്ലാവിധ സപ്പോർട്ടുകൾക്കും എൻ്റെ പേരിലും CLCയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. 5 വർഷത്തെ കല്ലങ്കുന്ന് ഇടവകയിലെ സ്തുത്യർഹമായ സേവനത്തിൽ PTയോട് ചേർന്ന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി ഞങ്ങൾ സ്നേഹിച്ച ജിജോ അച്ഛന് നന്ദി പറയുന്നതോടൊപ്പം പുതിയ ഇടവകയിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും കല്ലങ്കുന്ന് PTയുടെ പേരിൽ ഞാൻ നേരുന്നു. ആത്മസാദം പാരിഷ് ബുള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജിജോ അച്ഛൻ നൽകിയ സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ആത്മസാദം കമ്മിറ്റിയുടെ ഓരോ മീറ്റിംഗിലും അതുപോലെ തന്നെ വിലയിരുത്തൽ യോഗങ്ങളിലും അച്ഛൻ നൽകിയ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ അച്ഛൻ്റെ തിരുത്തലുകൾ എല്ലാമാണ് ആത്മസാദം ഇന്ന് കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലെത്തുന്ന ആത്മസാദം പാരിഷ് ബുള്ളറ്റിൻ വളരെ മികവുറ്റതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിലെ മാറ്റങ്ങൾ നിങ്ങളെ ഒരുപാട് ആകർഷിക്കുന്നുണ്ടെങ്കിൽ, ആത്മസാദം പാരിഷ് ബുള്ളറ്റിൻ കമ്മിറ്റിയുടെ പ്രവർത്തനം വ്യത്യസ്തമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം പിന്നിൽ നമ്മുടെ വികാരിയച്ഛൻ്റെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നമുക്ക് നൽകിയ ഊർജവുമാണ്. ആത്മസാദം പാരിഷ് ബുള്ളറ്റിനെ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്നും നന്ദിപൂർവ്വം ഓർക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയൊരു ഇടവകയിലേക്ക് അച്ഛൻ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാൻ അച്ഛന് സാധിക്കട്ടെ എന്നും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു.